കോളേജിലെ ചെയർപേഴ്സൺ ആയിരുന്നൊക്കെ പറഞ്ഞില്ല, ഒരു നേതൃത്വ പാഠമൊക്കെ ഉള്ള ഒരാളായിരിക്കുമല്ലോ, അത് എങ്ങനെയാ ജീവിതത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുക? അങ്ങനെ നമ്മുടെ കോളേജിൽ ആക്ച്വലി പൊളിറ്റിക്സ് ഇല്ലായിരുന്നു. പൊളിറ്റിക്സ് ഇല്ലാത്ത പക്ഷേ ഇലക്ഷനൊക്കെ കണ്ടക്ട് ചെയ്ത് അങ്ങനെ. പിന്നെ നേതൃത്വം എനിക്ക് തോന്നുന്നു എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ, എൻ്റെ യൂണിയനിലുണ്ടായിരുന്നവരും എൻ്റെ കോളേജിലെ പ്രൊഫസേഴ്സും അവരൊക്കെ വഴികാട്ടികളായിട്ട് എനിക്ക് എന്നും ആൾക്കാരുണ്ട്. ഞാൻ എന്നെ ഒറ്റയ്ക്കൊരിടത്ത് കൊണ്ട് നിർത്തിയാൽ ഐ മീൻ ഒരു കോമ്പസ് വെറുതെ അവിടെ നിന്നിട്ട് കാര്യമില്ല, ആരെങ്കിലും എടുത്തുകൊണ്ട് എവിടെയെങ്കിലും പോയാലേ അതുകൊണ്ട് ഉപകാരമുള്ളൂ എന്നുള്ള പോലത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ കൂടെ ആൾക്കാരുള്ളപ്പോൾ എനിക്കതൊരു ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ്. അല്ലാതെ ബട്ട് ഐ എം ഷുവർ അത് ഹാസ് ഹെൽപ്പ് മീ. ഇപ്പം when you are in a space where you know a lot of people, it teaches you how to be okay. Like എനിക്ക് ക്രൗഡ് ഒന്നും വലിയ ഇഷ്ടമല്ല, എനിക്ക് ഒരുപാട് ആൾക്കാരുള്ളതൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഐ എം ഇൻ എ പ്രൊഫഷൻ ദാറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഓൾ അറൗണ്ട് മീ. അപ്പോൾ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ഒരു പക്ഷേ ഞാൻ പഠിച്ചത് അവിടെ നിന്ന് തന്നെ ആയിരിക്കും. രഞ്ജിത്തിന് അറിയാമെന്ന് പറഞ്ഞിട്ട് ആള് സ്വന്തമായിട്ട് കഥ എഴുതും, മറ്റെല്ലാം ഞാൻ തന്നെ ചെയ്യുന്ന പറഞ്ഞ സംവിധാനം ചെയ്യും. ഇതൊന്നും ഞാൻ ആരെയും അറിയിക്കാതെ അതൊക്കെ നമ്മൾ ചുരണ്ടി എടുക്കും. ഷോർട്ട് ഫിലിം ഒക്കെ സ്വന്തമായിട്ട് എഴുതി പ്രൊഡ്യൂസ് ചെയ്ത് സംവിധാനം ചെയ്ത് അല്ലേ? ഞാൻ തന്നെ കണ്ട് ഞാൻ തന്നെ കൈയടിച്ച് ഞാൻ തന്നെ ശരിക്കും പറഞ്ഞ വിചാരിച്ചിരുന്നത് സ്വന്തമായിട്ടൊക്കെ സംവിധാനം ചെയ്ത് അഭിനയിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളാണ്. എന്റെ മുമ്പിൽ വേറെ വഴിയില്ല. അഭിനയിക്കണമെങ്കിൽ ഞാൻ സംവിധാനം ചെയ്ത് എനിക്ക് എങ്ങനെയെങ്കിലും ക്യാമറയൊക്കെ വെച്ച് ഞാൻ തന്നെ ഫ്രണ്ടിൽ പോയി നിന്ന് അഭിനയിച്ചാലും അഭിനയിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്നെ ആര് സിനിമയിൽ എടുക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ എന്തെങ്കിലും ഇനി സിനിമയിൽ ഒരു സംവിധായികയെ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ ചിന്നുനെ? I have a lot of things that I want to make into movies. I want to get into production എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക്. I want to act as much as I can. അതിന് ഇനി സംവിധാനം ചെയ്യണോ, പ്രൊഡ്യൂസ് ചെയ്യണോ, ലൈക്ക് തൂത്തുവാരണോ, എല്ലാം ഞാൻ ചെയ്യാം. As long as I get to do this because I'm happy doing this. I love doing this. So ഇത് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ. പിന്നെ എന്തെങ്കിലും ഒരു സംവിധായകൻ അതിനുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ആയിട്ടില്ല. അതിന് കുറച്ചെങ്കിലും ഐ ഡെഫിനറ്റ്ലി വുഡ് സം ഡേ. ഇപ്പം എന്തായാലും അതിനുള്ള എക്സ്പീരിയൻസോ പക്വതയോ ആയിട്ടില്ലെന്ന് എനിക്കറിയാം. ഇപ്പം ചിന്നു തന്നെ പറഞ്ഞല്ലോ, പിന്നെ എനിക്ക് അഭിനയിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അത് എന്നെ പോലുള്ള ആൾക്കാർ, അത് ചിലപ്പോൾ നമ്മുടെ ഒരു ബോഡി ഷേപ്പ് എന്നൊക്കെ ആൾക്കാർ പറയുന്ന കാര്യങ്ങളായിരിക്കും, അതിനെയൊക്കെ തിരുത്തി കുറിച്ച ഒരാളാണ് ചിന്നു. എങ്കിലും എന്തെങ്കിലും എങ്ങനെ ആയിരിക്കും സിനിമയിലേക്ക് വരിക എന്ന് ചിന്തിച്ചിരുന്നോ? ഏത് വഴിയായിരിക്കും എന്നുള്ളത്? ലൈക്ക് ഞാൻ ആക്ച്വലി ഫിലിമിൽ എനിക്ക് വരാൻ പറ്റുമോ എന്ന് വിചാരിക്കാത്തത് എൻ്റെ ഉള്ളിൽ നിന്ന് അയ്യോ ഐ കാൺട്ട് ആക്ട് എന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷേ ഇറ്റ്സ് ബിക്കോസ് സിനിമയിൽ എന്നെ പോലത്തെ ആൾക്കാർ എനിക്കിഷ്ടമുള്ള പോലത്തെ ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ആക്സസിബിലിറ്റി അവിടെ എനിക്ക് കട്ടാണ്. അതല്ലാണ്ട് ഫിലിമിലേക്ക് ഒരു റൂട്ടും എൻ്റെ ഫ്രണ്ടിലില്ല. അപ്പം സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ദാറ്റ് ഇസ് പ്രോബബ്ലി വൈ ഞാൻ തിയേറ്ററിലേക്ക് കുറച്ച്, പിന്നെ എംഫിലൊക്കെ ആയത്തേക്കിന് എംഫിൽ തിയേറ്ററിൽ ചെയ്താൽ കുറച്ച് നാളും കൂടെ തിയേറ്ററിൽ ചെയ്യാമെന്നുള്ളൊരു ഷോർട്ട് കട്ടൊക്കെ കണ്ടുപിടിച്ചു. ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇത്. സോ ഐ വാസ് ലൈക്ക് പ്രോബബ്ലി അതൊക്കെ ആയിരിക്കാം. ഐ മീൻ ആ സമയത്തും ആ സമയത്താണ് ഞാൻ അനുരാഗ് കരിക്കമണത്തിനൊക്കെ ഓഡിഷനൊക്കെ ചെയ്തത്. അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ അപ്പു ചേട്ടനൊക്കെ അജയ് രാഹുലൊക്കെ ആ പ്ലേ കാണാൻ വരികയൊക്കെ. അത് അല്ലാണ്ട് എൻ്റെ അടുത്ത്, കാരണം അതിൻ്റെ കാസ്റ്റിംഗ് കോൾ എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടി, ഞാനത് എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ കാസ്റ്റിംഗ് കോളിന് അപ്ലൈ ചെയ്തില്ല. അതേ മൂവിയാണ് ഞാൻ പിന്നെ ഓഡിഷൻ ചെയ്ത് എനിക്ക് ഈ പാട്ട് കിട്ടിയത്. അത് വേറൊരു ഫ്രണ്ട് എന്നെ റെക്കമെൻഡ് ചെയ്ത് ഞാൻ ഓഡിഷന് എന്നെ വിളിച്ചുകൊണ്ട് പോയതുകൊണ്ട്. If it was left up to me, I don't think I would. നമുക്കുള്ളതെല്ലാം നമ്മളിലേക്ക് തന്നെ അല്ലേ രഞ്ജിത്ത്? അങ്ങനെയല്ല, നമുക്കുള്ളതെല്ലാം നമ്മളിലേക്ക് തന്നെ വരും. ഇപ്പൊ ഇതുപോലെ തന്നെ ഞങ്ങളെയൊക്കെ പോലെ ആങ്കറും ആയിരുന്നു ചിന്നു അല്ലേ? ആങ്കറിങ് എത്രമാത്രം ഹെൽപ്പ് ചെയ്തു? കാരണം നമ്മൾ ഇതുപോലെ പലരെയും കാണുന്ന മുന്നിലിരിക്കുന്ന വർത്താനം പറഞ്ഞു, അത് അഭിനയത്തെ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട്? ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ കുറേ കാലം ആഫ്രിക്കയിലായിരുന്നു. എൻ്റെ അച്ഛൻ അവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നത്, ടാൻസാനിയയിൽ. അപ്പോൾ എൻ്റെ ഭാഷ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് മലയാളത്തിൽ പല വാക്കുകളും എനിക്ക് തിരിയില്ലായിരുന്നു. തിരിയില്ലെന്ന് വെച്ചാൽ അത് നാവ് വഴങ്ങില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ ആക്ച്വലി ഈ ഷോ, ഞാൻ ഏഷ്യാനെറ്റിലൊരു ഷോ 10 ലിറ്ററലി പ്രോബ്ലി ഡൺ മോർ ദാൻ 500 episodes. More than that maybe. Same show തന്നെ. Same show. സിനിമ ടുഡേ എന്ന് പറഞ്ഞിട്ടൊരു ഷോ ഉണ്ട്. അത് ഫിലിം ന്യൂസ് ഷോ ആണ്. അപ്പം ദാറ്റ്സ് വെയർ ഐ ലേൺഡ് അബൌട്ട് സിനിമ. പിന്നെ അത് ഹരീഷ് അമരവിള, സതീഷ് അവരൊക്കെ ആണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പം നല്ല കട്ടിയുള്ള മലയാളത്തിൽ ഭയങ്കര പ്രൊസൈക്ക് ആയിട്ടൊക്കെ അവർ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പം ഞാൻ ശരിക്കും ഈ സ്ക്രിപ്റ്റ് പഠിച്ച് അത് കാണാപ്പാടമാക്കി അത് റെൻഡർ ചെയ്യാനൊക്കെ പഠിച്ചത് അവിടെയാണ്. കാരണം ഇറ്റ്സ് എ 5 minute ഷോ. നമ്മൾ മറ്റേ എക്സ്പ്രസ് ട്രെയിൻ പോകുന്ന സ്പീഡിലാണ് ആ ഷോ പോകുന്നത്.
അപ്പോൾ ഞാൻ മലയാളമൊക്കെ പഠിച്ചതും അത് ഒരു സ്ക്രിപ്റ്റ് വായിച്ച് അത് ഓർത്ത് വെക്കാൻ പഠിച്ചതൊക്കെ അവിടെയാണ്. സോ ഐ ബിലീവ് ദാറ്റ് പ്രോബബ്ലി ഹെൽപ്പ് മീ.